കഴിഞ്ഞ കുറേ നാളുകളായും ഈ അടുത്ത ദിവസം ജമ്മു കാശ്മീരിലെത്തി യോഗി ആദിത്യനാഥും പറഞ്ഞത് അതിർത്തി കടന്നുള്ള ഭീകരപ്രവർത്തനം തങ്ങൾക്കിനി വെച്ചുപൊറുപ്പിക്കാൻ കഴിയില്ല എന്നാണ്. ഇസ്രയേലും ഹമാസും തമ്മിലുള്ള പോരാട്ടം തുടങ്ങിയ വേളയിൽ ഇസ്രയേലിന് ഐക്യദാർഢ്യവുമായി ഇന്ത്യ എത്തുമ്പോൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞത് അതിർത്തി കടന്ന് ഭീകരവാദത്തിനെ അതിർത്തി കടന്ന് തിരിച്ചടിക്കാൻ, കാരണം പ്രതിരോധിക്കാൻ എല്ലാവർക്കും അവകാശമുണ്ട്. അതിർത്തി കടന്നു വരുന്ന ഭീകരവാദത്തെ അവരുടെ അതിർത്തിയിൽ പോയി തന്നെ കൊന്നൊടുക്കണമെന്ന് തന്നെയാണ് ഇന്ത്യയുടെ നിലപാട്. 2014 മുതൽ നരേന്ദ്രമോദി അധികാരത്തിലേറിയത് മുതൽ ഈ നിലപാട് തന്നെയായിരുന്നു ഇന്ത്യക്കുള്ളത്. അതുകൊണ്ട് തന്നെയാണ് ആ ഒരു കാര്യത്തിൽ ഇസ്രയേലിന് നമ്മൾ കലവറയില്ലാത്ത പിന്തുണ നൽകിപ്പോകുന്നതും. ഇപ്പോഴിതാ കഴിഞ്ഞ ദിവസം കോഡ് ഉച്ചകോടിയിൽ പങ്കെടുത്ത 4 രാജ്യങ്ങളുടെയും ഭരണത്തലവന്മാർ പാകിസ്ഥാൻ്റെ പേരെടുത്ത് തന്നെ പറഞ്ഞ് അതിർത്തി കടന്നുള്ള ഭീകരവാദം നിർത്തണമെന്ന് ആവശ്യപ്പെട്ടിരുന്നു. അതിന് തൊട്ടു പിന്നാലെ ഐക്യരാഷ്ട്രസഭയുടെ ജനറൽ കൗൺസിലിൻ്റെ 79ാമത്തെ യോഗത്തെ അഭിസംബോധന ചെയ്തുകൊണ്ട് എസ് ജയശങ്കർ, നമ്മുടെ വിദേശകാര്യമന്ത്രി, പറഞ്ഞത് അതിർത്തി കടന്നുള്ള ഈ ഭീകരാക്രമണത്തിൻ്റെ ആ ഒരു ഫലം നിങ്ങൾ അനുഭവിച്ചേ മുൻപോട്ട് നിങ്ങൾക്ക് പോകാൻ കഴിയൂ. അനന്തരഫലത്തെക്കുറിച്ച് ഓർമ്മകൾ ഉണ്ടാകണം. അത് പറയുമ്പോൾ ഒരു കാര്യം കൂടി ഓർക്കണം. ബാലക്കോട്ടടക്കം നാം നടത്തിയ സർജിക്കൽ സ്ട്രൈക്കിനെ സൂചിപ്പിച്ചുകൊണ്ടാണ് അദ്ദേഹം പറഞ്ഞത് അനന്തരഫലങ്ങളെക്കുറിച്ച് ഓർമ്മകൾ ഉണ്ടാകണം, അനന്തരഫലം ക്ഷണിച്ചു വരുത്തരുതെന്ന് പറയുന്നു. ഏതായാലും പാക് അധിനിവേശ കാശ്മീർ ഉൾപ്പെടെ ലോകത്തിൻ്റെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവന്നുകൊണ്ട് അതിർത്തി കടന്നുള്ള ഭീകരവാദത്തിൽ തിരിച്ചടി നൽകാൻ ഇന്ത്യ ഒരുങ്ങുന്നു എന്നുള്ള വാർത്തകൾ വളരെ നേരത്തെ തന്നെ വന്നിരുന്നതാണ്. ജമ്മു കാശ്മീരിലടക്കം വലിയ സൈനിക വിന്യാസം മാസങ്ങൾക്ക് മുമ്പേ തുടങ്ങിയിരുന്നതാണ്. അന്ന് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തത് തെരഞ്ഞെടുപ്പിനെ ലക്ഷ്യമാക്കിയിട്ടാണ് ഇത്ര വലിയൊരു സൈനിക വ്യൂഹം കാശ്മീരിലേക്ക് നീങ്ങുന്നതെന്നാണ്. പക്ഷേ സമീപകാലത്ത് BJPയുടെ പ്രധാനപ്പെട്ട നേതാക്കളും മന്ത്രിമാരും ഇപ്പോൾ എസ് ജയശങ്കറും അടക്കം നൽകുന്ന സൂചന കൃത്യമാണ്. അതിർത്തി കടന്നുള്ള ആക്രമണം കഴിഞ്ഞ കുറേ നാളുകളായി ജമ്മു കാശ്മീരിലുണ്ട്. അതിന് തക്കതായ മറുപടി അതിർത്തി കടന്നു തന്നെ കൊടുക്കും എന്നുള്ള തീരുമാനത്തിലേക്ക് തന്നെയാണ് ന്യൂസ് ഡെസ്ക് ന്യൂസ് ഇന്ത്യ മലയാളം.